ആഡംബര കാർ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട നടൻ ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ വീട്ടിൽ ഇഡി റെയ്ഡ് തുടരുകയാണ്. അമിത് ചക്കാലക്കൽ, പൃഥ്വിരാജ് അടക്കമുള്ളവരുടെ വസതികളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ദുൽഖറിന്റെ പനമ്പള്ളിയിലെയും ചെന്നൈയിലെയും വീടുകളിൽ ആണ് പരിശോധന. ഇതുൾപ്പെടെ 17 ഇടങ്ങളിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. നിലവിൽ കസ്റ്റംസിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇഡിയുടെ പരിശോധനയും നടക്കുന്നത്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, കഴിഞ്ഞ ദിവസമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കസ്റ്റംസ് പിടിച്ചെടുത്ത ഡിഫൻഡർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വിട്ടു നൽകുന്നത് പരിഗണിക്കണം എന്ന് കോടതി തന്നെ നിർദ്ദേശിച്ചത്. പക്ഷേ അതിന് പിന്നാലെ ഇപ്പോഴിതാ ഇഡിയും താരങ്ങളുടെ വീടുകളിൽ പരിശോധന നടക്കുകയാണ്. താരങ്ങൾക്ക് കുരുക്കുമുറുകുകയാണ്. അഭിലാഷ്, രാവിലെ 7 മണി മുതൽ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ദുൽഖർ സൽമാന്റെ കേരളത്തിലെ 2 വീടുകൾ, എറണാകുളത്തെ മമ്മൂട്ടിയുടെ പനമ്പള്ളിയിലെ വീട്ടിലും അതോടൊപ്പം എളംകുളത്തെ ദുൽഖർ സൽമാന്റെ വീട്ടിലുമാണ് പരിശോധന. മറ്റൊന്ന് പൃഥ്വിരാജിന്റെ 2 ഫ്ളാറ്റുകളുണ്ട്. എവിടെയാണ് ഇഡിയുടെ പരിശോധന എന്നതിൽ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്നാലും പൃഥ്വിരാജിന്റെ വീട്ടിലും റെയ്ഡുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റൊന്ന് അമിത് ചക്കാലക്കന്റെ വീട്ടിലും പരിശോധന നടക്കുകയാണ്. 10 മണി കഴിയുമ്പോഴും ഇപ്പോഴും പരിശോധന പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. 17 ഇടങ്ങളിലാണ് ഇഡിയുടെ ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പുറമെ ചില വ്യവസായികൾ, ചില കാർ ഡീലർമാർ എന്നിവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശോധനയുണ്ട്. ഇഡിയുടെ ലക്ഷ്യം, ഈ ഒരു പരിശോധന കൊണ്ട് ഇഡി ലക്ഷ്യമിടുന്നത്, ഇതിൽ ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ തെളിവുകൾ ശേഖരിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴുള്ള ഈ പരിശോധന. ഇവരുടെ വീടുകളിൽ അല്ലെങ്കിൽ ഇവരുടെ സ്ഥാപനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്താൻ കഴിയുമോ എന്നാണ് ഇഡി പരിശോധിക്കുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്ന ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. അതിൽ ഭൂട്ടാനിൽ നിന്നും നികുതി തട്ടി ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന വാഹനങ്ങൾ, ആഡംബര വാഹനങ്ങൾ, അത് സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ മറ്റ് വ്യവസായികളൊക്കെ വാങ്ങുമ്പോൾ വലിയ രീതിയിൽ നികുതി കൊടുക്കാതെ, അല്ലെങ്കിൽ അതിന്റെ മറയിൽ ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നത് വഴി അവർ വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലായിരുന്നു കസ്റ്റംസിന്റേത്. ഇതിന്റെ ഭാഗമായി ഇവരുടെ വാഹനങ്ങളടക്കം കസ്റ്റംസ് പിടിച്ചെടുക്കുകയും ചെയ്തു. അതിൽ ദുൽഖറിന്റെ 4 വാഹനങ്ങളുണ്ട്. ഇത് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട്, ഒരു ഡിഫൻഡർ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദുൽഖർ ഹൈക്കോടതി അടക്കം സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. അമിത് ചക്കാലക്കൽ രേഖകളുമായി കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തുകയും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിലും അല്ലെങ്കിൽ അവരുടെ തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതിലൊക്കെ അമിത് ചക്കാലക്കൽ ഹാജരാകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ദുൽഖർ ആയിക്കോട്ടെ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിനെ യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും അറിയിക്കുവാൻ തയ്യാറായിട്ടുമില്ല.